ലോകത്തിലെ ഏറ്റവും തണുപ്പുള്ള നഗരമായിട്ടുള്ള റഷ്യയിലെ സൈബീരിയയിലെ യാക്കുസ്കിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ തരം ഡ്രസ്സുകളാണ് ഇടുന്നത്, ഞാൻ എങ്ങനെയാണ് ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുന്നത് ഈ ഇത്രയും മൈനസ് ടെമ്പറേച്ചറിൽ, ഇവിടെ -50ഒക്കെയാണ് നോർമലി വരുന്നത്. അപ്പോൾ ഞാൻ എന്തൊക്കെ ഡ്രസ്സ് ഇടുന്നുണ്ട് എന്നാണ് നിങ്ങളിന്ന് ഈ വീഡിയോയിൽ കാണാൻ വേണ്ടി പോകുന്നത്. യാക്കുട്സ്ക് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അതാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ തണുപ്പുള്ള നഗരം. -64 വന്ന ചരിത്രമൊക്കെ ഉണ്ട്. അതായത് ആവറേജ് ടെമ്പറേച്ചർ വിൻ്ററിൽ -40 ആയിരിക്കും, അതിൻ്റെ മുകളിലോട്ടൊക്കെ ആയിരിക്കും. അങ്ങോട്ടൊക്കെയാണ് ഇനി പോകുന്നത്. അപ്പം ഞാൻ ആക്ച്വലി ഇടാൻ പോകുന്ന ജാക്കറ്റിനെ കുറിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇത്രയും ദിവസം ഇട്ടത് ഇതൊക്കെ തന്നെയാണ്, ഇത് തന്നെയാണ് അവിടെ യൂസ് ചെയ്യാൻ പോണത്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് തന്നെ ഉപയോഗിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, ജസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന സംഭവം എന്താണെന്ന് ജസ്റ്റ് കാണിച്ചു തരുന്നു, അത്ര മാത്രമേ ഉള്ളൂ. ഇത് ഇത്തിരി കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ചും കൂടി നന്നായിട്ട് ഉള്ള ഡ്രസ്സുകളും ജാക്കറ്റൊക്കെ വേണം. ബേസിക്കലി വിൻ്റർ ജാക്കറ്റ് ഇത്തിരി എക്സ്പെൻസീവാണ്. അപ്പോൾ അതെ ഈ സാധനമാണ് ഞാൻ ഏറ്റവും മുകളിൽ ഇട്ടേക്കണം. ഇത് കൊളംബിയയുടെ ഒരു ജാക്കറ്റാണ്. ഇതിന് തന്നെ 25,000 രൂപയായി, ഭയങ്കര വിലയാണ്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കി, ബാക്കി ഓരോ സാധനങ്ങൾ മേടിക്കുമ്പോഴും നല്ലൊരു എമൗണ്ട് ആവും. എനിക്ക് ടോട്ടൽ എമൗണ്ട് ഏതാണ്ട് 80,000 രൂപയോളം വിൻ്റർ ക്ലോത്ത്, ഷൂ, അങ്ങനെ എല്ലാം 80-ന് മുകളിൽ പോയി. 80,000 രൂപയുടെ സാധനം മേടിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഷൂ മേടിച്ചു, സോക്സ് മേടിച്ചു, അതൊക്കെ വേറെ. അപ്പം അത്രയും രൂപയുടെ എക്സ്പെൻസ് എനിക്ക് ചിലവായിട്ടുണ്ട് ഈ ജാക്കറ്റും സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. പിന്നെ മിക്ക സാധനങ്ങളിലും 2 വെച്ച് ഉള്ളതാണ് എപ്പോഴും നല്ലത്. ഞാൻ അതിനെക്കുറിച്ച് വഴിയേ പറയാം. അപ്പോൾ ഇതാണ് ഞാൻ ഏറ്റവും പുറത്ത് ധരിക്കുന്ന ജാക്കറ്റ്. ഇത് കണ്ട, ഇവിടെ ഇങ്ങനെ കുറേ പോക്കറ്റൊക്കെ നല്ല കട്ടിയൊക്കെ ഉണ്ട് ഇതിന്. ഇത് നല്ല സാധനമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം -37 വരെയൊക്കെ നമ്മളവിടെ നിന്നപ്പോൾ ഫീൽസ് ലൈക്ക് -37 വന്നിട്ടും എനിക്ക് ഈ ജാക്കറ്റ് ഓക്കെ ആയിരുന്നു. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകതയൊക്കെ ഉണ്ട്. ഇത് ഒമിനി ഹീറ്റിങ് അങ്ങനെ എന്തൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഒമിനി ഹീറ്റ് ഇൻഫിനിറ്റി എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ ഗോൾഡൻ കളർ സാധനം. ഇത് കൂടുതൽ ഹീറ്റ് തരും എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. കൊളംബിയ എന്ന് പറഞ്ഞ കമ്പനിയാണത്. അപ്പോൾ ഇത് നാസയിലൊക്കെ മറ്റേ ബഹിരാകാശത്തൊക്കെ പോകുന്നവർ യൂസ് ചെയ്യുന്നതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് അവരുണ്ടാക്കിയതാണെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു സംഭവമാണ് കണ്ട. അപ്പോൾ കൂടുതൽ ഹീറ്റ് നമുക്ക് കിട്ടും എന്നാണ് അവർ പറയുന്നത്. എന്തായാലും കൊള്ളാം സാധനം, എനിക്ക് യൂസ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് തോന്നി, കൊള്ളാം. കാരണം ഒട്ടും നമുക്ക് തണുക്കുകയോ ഇതൊന്നും പ്രശ്നമൊന്നുമില്ല. ഈ സാധനം വാട്ടർ പ്രൂഫ് ആയിരിക്കണം, അല്ലെങ്കിൽ പണിയാണ് കേട്ടോ. ഏറ്റവും പുറമേ ഇടുന്ന ഇതാണ്. പിന്നെ ഇത് നാട്ടിലെ മറ്റേ ഡെക്കാത്തോറിൽ നിന്ന് മേടിച്ചാണ്. ഈ സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഫ്ലീസ് ജാക്കറ്റ്, ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ലൊരു സാധനമാണ്. ഇത് ഹുഡി പോലെ ഇങ്ങനെ ഇടാം. അപ്പോൾ ഇതാണ് ഞാൻ അടുത്തൊരു ലെയറായിട്ട് ഉപയോഗിക്കണം. അതിൻ്റെ അടിയിൽ വരുന്നതാണ് ഇതും കൊളംബിയയുടെ തന്നെയാണ്. ഇവിടെ എൻ്റെ പടമൊക്കെ ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഒരു സെറ്റർ പോലെ ഉപയോഗിക്കുന്നതാണ്. അത്യാവശ്യം നല്ല ഹീറ്റ് കിട്ടും എന്നാണ് അവർ പറഞ്ഞത്. ഇത് കണ്ടോ, ഇങ്ങനത്തെ ഒരു മെറ്റീരിയലൊക്കെയാണ്. സംഭവം ശരിയാണ്, നല്ല ചൂടുണ്ട്. ഇത് ഇടുമ്പോൾ മാത്രം ചൂട് കിട്ടും, പക്ഷെ ഇത് മാത്രം പോരാ, ഇതിൻ്റെ ഉള്ളിലിടുന്നതാണ്. ഇതാണ് ഞാൻ അടുത്തൊരു ലെയറായിട്ട് ഉപയോഗിക്കുന്ന സാധനം, അത്രേ ഉള്ളൂ. 3 ലെയറാണ് മെയിൻലി ഉപയോഗിക്കുന്നത്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ തെർമൽസാണ്. ഏറ്റവും അടിയിലിടുന്ന തെർമൽ നിർബന്ധമായിട്ട് ഇടണം. അത് ഒരു സൈസ് കുറവെടുക്കുന്നതാണ് നല്ലത് നോർമലി എടുക്കുന്നേക്കാളും. കാരണം ശരീരത്തിനോട് ഇങ്ങനെ ഒട്ടിയിരിക്കണം. അപ്പോൾ ഹീറ്റ് പുറത്തോട്ട് പോവാതെ ട്രാപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ കൺസെപ്റ്റ്. അതായത് ശരീരത്തിലെ ചൂട് പുറത്തോട്ട് പോകരുത്, അതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കണം. അതാണ് ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് മേലെ ഇട്ടത്. പിന്നെ നമ്മുടെ ഫേസ് കവർ ചെയ്യണം, അല്ലെങ്കിൽ ഒരു രക്ഷയില്ല. മൂക്കും ഈ കവിളൊക്കെ ഉണ്ടല്ലോ, വേദന എടുത്തിട്ടുണ്ടല്ലോ, ഭയങ്കര സീനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് പണ്ടെപ്പോഴും മേടിച്ചൊരു സാധനമാണ്. ഇത് വീട്ടിൽ ഇരുന്ന് വെച്ചാണ്. അപ്പോൾ ഇത് കൊള്ളാമെന്ന് വെച്ചാൽ എടുത്തിട്ട് വന്നത്. ഇത് പക്ഷേ ഭയങ്കര യൂസ്ഫുള്ളായി. ഇതുകൊണ്ട് എൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനത്തെ ഒരു മെറ്റീരിയലാണ്. ഇത് കൊള്ളാം. ഇത് കുറച്ചും കൂടി കട്ടിയുള്ള മേടിച്ചാൽ അത്രയും നല്ലത്. അപ്പോൾ ഇതിങ്ങനെ ഫേസ് കവർ ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ തലയിൽ കൂടി ഇടാം. നിങ്ങൾ കഴിഞ്ഞ വീഡിയോകളൊക്കെ കണ്ടു കാണാമല്ലോ. അപ്പോൾ ഇതും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇത് തലയിൽ വെക്കുന്ന ക്യാപ്പ്, ഇതെന്തായാലും ഉറപ്പായിട്ടും നിർബന്ധമാണല്ലോ. ഇത് നല്ല സാധനം മേടിക്കണേ, കാരണം ഇതൊക്കെ എന്തായാലും കവർ ചെയ്യണമല്ലോ. ഇത് ഞാൻ മേടിച്ചാണ് കൊളംബിയയുടെ സാധനമാണ്. ഇതിൻ്റെ ഉള്ളിലും ഇതേപോലെ മറ്റേ ഗോൾഡൻ സാധനമൊക്കെ ഉണ്ട്. ഇത് നോക്കി,
അപ്പോൾ കൂടുതൽ ഹീറ്റ് തരും എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. പിന്നെ വേറൊരു സംഭവമുണ്ട്, ഇതും കൊളംബിയയുടെ തന്നെയാണ്. ഇതും നല്ലതായിട്ട് തോന്നി. ഇതിൻ്റെ ഉള്ളിൽ ഇതുണ്ട് ഗോൾഡൻ മറ്റേ സാധനമൊക്കെ ഉണ്ട്, മിനി ഹീറ്റ്. അതിനാണ് പറഞ്ഞത്. ഇത് എന്തിനാണ് ഉപയോഗിക്കണമെന്ന് വെച്ചാൽ ഇതിങ്ങനെ തലയിൽ ഇടാം. ഇതുണ്ടോ ഇങ്ങനെ നടക്കും കേട്ടോ. ഇതിൻ്റെ മുകളിലാണ് മറ്റേ ക്യാപ്പൊക്കെ വരുന്നത്, ഈ സാധനമൊക്കെ ഇങ്ങനെ ഉണ്ടോ. അപ്പോൾ ഇത്രയും ജസ്റ്റ് കവർ ചെയ്ത് കിട്ടും നല്ല സെറ്റപ്പായിട്ട്. തീവ്രവാദികളെ പോലെ ഉണ്ടല്ലോ. അപ്പോൾ ഇതും ഒരു ഇമ്പോർട്ടൻസ് സാധനമാണ്. നല്ല ഹെവി മൈനസിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഉള്ളതിനേക്കാളും കൂടുതലായിരിക്കും അവിടുത്തെ ടെമ്പറേച്ചർ. അപ്പോൾ ഇതൊക്കെ വേണം. പിന്നെ ഇതിൻ്റെ അടിയിൽ ഞാൻ ഇപ്പോൾ ഇട്ട ലെയർ കണ്ടില്ലേ, മിക്കവാറും തണുപ്പിനനുസരിച്ച് ഞാൻ ഇങ്ങനത്തെ ഇതുണ്ട്. ഇതൊരു ഡെക്കാത്തലോൺ സാധനം തന്നെയാണ്. ഇതും കൂടി ഇടും ചിലപ്പോൾ ലെയർ. അപ്പോൾ കുറച്ചും കൂടി ഒരു ലെയർ കൂടുമ്പോൾ നമുക്ക് തണുപ്പടിക്കത്തില്ലല്ലോ. ഇൻ കേസ് കൂടുതൽ ഫീൽ ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്യും. പിന്നെ വേറൊരു ഫ്ലീസ് ജാക്കറ്റും കൂടി എൻ്റെ ഇരിപ്പുണ്ട്, അതും കൂടി ഇടും. അപ്പോൾ ഇതൊക്കെ കയറാൻ പറ്റുന്ന ജാക്കറ്റ് ആയിരിക്കണം. അതിനനുസരിച്ച് സൈസ് സെറ്റ് ചെയ്ത് മേടിക്കണം. ഞാൻ എല്ലാം ഇട്ട് നോക്കിയിട്ടാണ് മേടിച്ചത്. അതായത് കടയിൽ ചെന്നിട്ട് ഇതുപോലെ സെറ്റർ ഇട്ട് മറ്റേ ഫ്ലീസ് ജാക്കറ്റ് ഇട്ട് അതിൻ്റെ മുകളിൽ ജാക്കറ്റ് ഇട്ട് അങ്ങനെ ഇട്ട് നോക്കിയാൽ മേടിച്ചാൽ. അല്ലെങ്കിൽ ഇപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ നോർമൽ സൈസ് മേടിക്കാൻ പറ്റില്ല. മേടിച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഇതിൻ്റെ ഉള്ളിൽ വരാനുള്ളതാണ്. അപ്പോൾ പണി കിട്ടും. അങ്ങനെ കുറച്ച് പ്രശ്നമുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ടുള്ളത് ഇതും കൂടി കാണിച്ചേക്കാം. ഇത് ഞാൻ പണ്ട് തുർക്കിയിൽ നിന്ന് മേടിച്ച സംഭവമാണ്. ഇതുകൊണ്ട് യാതൊരു ഗുണവുമില്ല. ഞാൻ ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നു എന്നേ ഉള്ളൂ. പിന്നെ ഇത് ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു കാണാൻ ഞാനിത് ഇങ്ങനൊരു സാധനം മേടിച്ചു. ഇതും അത്ര പോരാ, കുറച്ചും കൂടി നല്ലത് മേടിക്കണം. പക്ഷേ ഇത് രണ്ടും കൂടി ഇടും. ഇത് രണ്ടും കൂടി ഇട്ടിട്ട് ഇത് ഒട്ടും എക്സ്പോസ് ആവാത്ത രീതിയിൽ നിൽക്കും അത്യാവശ്യം. ഇത് പക്ഷേ ഒരു 5 മിനിറ്റ് വരെയൊക്കെ ഇത് ഓക്കെയാണ്. 5 ഒരു 2-3 മിനിറ്റ് വരെ ഇത് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് പിടിച്ചേക്കാം പെട്ടെന്നുള്ള ആവശ്യത്തിന്. പെട്ടെന്ന് ഇത് ഇട്ടിട്ട് അങ്ങ് പുറത്തോട്ടിറങ്ങി എന്തെങ്കിലും ചെയ്യാനോ കാര്യങ്ങളോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് ഇട്ടാൽ മതി. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് രണ്ടും കൂടി ഉപയോഗിക്കണം. ഇത് ഇവിടെ നിന്ന് മേടിച്ചാണ്, ഞാൻ ഇർക്കുസ്കിൽ നിന്ന് മേടിച്ചാണ്. ഇതിനൊരു ഉപകാരം കൂടി കിട്ടി. ഇത് അറിയാണ്ടാണെങ്കിലും ഇത് മൊബൈല് വർക്ക് ചെയ്യും, ടച്ച് ചെയ്യാൻ പറ്റും. അതൊരു കാര്യമുണ്ട്. നമ്മൾ ഏറ്റവും പുറത്ത് ഉപയോഗിക്കുന്ന ഗ്ലൗസിന് മൊബൈൽ ടച്ച് ചെയ്യാനുള്ള സെറ്റപ്പും കൂടി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ പാടുപെടും. ഇത് കണ്ടത് മൊബൈൽ ഉപയോഗിക്കാൻ പറ്റിയത് വെച്ച് അത് ഞാൻ അറിയാണ്ട് മേടിച്ചാണ്, പക്ഷെ അത് വർക്കൗട്ടായി. അതും അങ്ങനെയുള്ളതാണെങ്കിൽ ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മാപ്പ് നോക്കാനോ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് മൊബൈൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ -ഡിഗ്രിയിൽ കൈ പുറത്തോട്ട് ഗ്ലൗസ് ഊരാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സീനായിരിക്കും. എനിക്ക് ഇപ്പോഴും വേദനയുണ്ട്, എൻ്റെ കൈ ചുവന്നിരിക്കുന്നുണ്ട്. ഇന്നലത്തെ സീനാണ്. ഇപ്പോഴും ആ ഒരു തരിപ്പും വേദന ഇപ്പോഴും ഉണ്ട്. ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ, സൂക്ഷിച്ചില്ലെങ്കിൽ പണി കിട്ടും. ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് വിൻ്റർ. അതുപോലെ ഇനി പാൻറ്റ് മൊത്തം ഊരി കാണിക്കണം അല്ലേ. പാൻറ്റിൻ്റെ കേസ് കാണിക്കുന്നതിന് മുമ്പായിട്ട് ഇത് കണ്ട, ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് ഒരു ഫ്ലാസ്ക്, ചൂടുവെള്ളം എപ്പോഴും കുടിക്കാൻ ഉള്ള സൗകര്യത്തിന്. പിന്നെ ഇങ്ങനത്തെ ഒരു കപ്പും കൂടി കൊണ്ടുവന്ന് അതിൻ്റെ ഉള്ളിലും ഇതുപോലെ ചൂടുവെള്ളവും ഒക്കെ നിൽക്കാൻ പറ്റുന്ന ഇങ്ങനത്തെ ഒരു കപ്പ ഉണ്ട്, പുറമേ പ്ലാസ്റ്റിക്കും. അപ്പോൾ അതും കൂടി കൊണ്ടുവന്ന് നമുക്ക് എപ്പോഴും ആവശ്യം വരും. ചൂടുവെള്ളം ഇടയ്ക്ക് കുടിച്ചുകൊണ്ടിരിക്കുന്നത് ഭയങ്കര നല്ലതാണ്, അല്ലെങ്കിൽ ഭയങ്കര പാടാണ്. അപ്പോൾ ഇനി പാൻറ്റ് കാണിച്ചു തരാം. ആരും പേടിക്കണ്ട, ഒന്നും തുറന്ന് കാണിക്കില്ല. ഇതിൻ്റെ ഉള്ളിൽ ഇഷ്ടംപോലെ ലെയർ ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ ബെൽറ്റ് ഇട്ട് വെച്ചേക്കാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു സൈസ് കൂടുതലാണ് ഞാൻ എടുത്തേക്കണം ഈ ഒരു പാൻറ്റ്. കാരണം ഇതിൻ്റെ ഉള്ളിൽ കുറേ ലെയർ ഇട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇത് ടി വിയിലേക്ക് ഇട്ട് കാണുന്നവർക്ക് തുണി ഊരി കാണിക്കാമെന്ന് വിചാരിക്കും. പേടിക്കണ്ട, ഒന്നും കാണത്തില്ല. അതിൻ്റെ അടിയിൽ വേറെ ലെയറൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു പാൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കണ്ട, ഇത് കൊളംബിയയുടെ തന്നെയാണ്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ മറ്റേ വെള്ളി കളറിൽ എന്തോ സംഭവമാണ്. പേറ്റൻറ്റഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഇവർ, അവരുടെ തന്നെ എന്തോ കണ്ടുപിടുത്തമാണ്. പക്ഷേ ഇത് കൊള്ളാട്ടോ. ഇത് ഏറ്റവും പുറമേ വരുന്ന ഭാഗമാണ്. ഇത് വാട്ടർ പ്രൂഫാണ്. ഏറ്റവും പുറമെയുള്ള ഭാഗം വാട്ടർ പ്രൂഫ് വേണം. കാരണം എനിക്ക് നനയുന്ന അവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പണി കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇത് കണ്ട ഇങ്ങനത്തെ ഒരു ഡിസൈനൊക്കെയാണ്. അപ്പോൾ അത്യാവശ്യം ഇത് ഹീറ്റ് കിട്ടുന്നുണ്ട്, നല്ലതാണ്. പിന്നെ ഇതിൻ്റെ അടിയിൽ വേറൊരു ലെയറാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, എന്നാലും വീഡിയോയിലൊക്കെ ഇത് കാണിക്കുമ്പോഴേ പേടിക്കണ്ട, ഇതിൻ്റെ ഉള്ളിൽ വേറെ പല ലെയറാണ്. ഇതിൻ്റെ അടിയിലിട്ടാണ് ഒരു പാൻറ്റ്. ഇതിനകത്ത് ഇത് കണ്ട ഇങ്ങനത്തെ ഒരു മെറ്റീരിയലാണ്. അത്യാവശ്യം ഹീറ്റൊക്കെ നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു മെറ്റീരിയൽ. അതാണ് ഇതിൻ്റെ അടിയിൽ വന്നേക്കണം.
പിന്നെ ഇതിൻ്റെ അടിയിൽ വേറൊരു, ഇത് ഞാനിവിടെ ചൈനയിൽ നിന്ന് വന്ന് മേടിച്ച സാധനമാണ്. ഇതൊരു ടൈപ്പ് തെർമൽ തന്നെയാണ്. നല്ല കട്ടിക്കുള്ള തെർമൽ. അതുണ്ട്, നല്ല കട്ടിയുള്ളൊരു തെർമൽ. ഇത് നല്ല ഹീറ്റ് കിട്ടുക, നല്ല പൊളി സാധനമാണ്. ഇത് ഞാൻ ചൈനയിൽ നിന്ന് മേടിച്ചാണ്. ഇത് കൂടാണ്ട് എൻ്റെ അടിയിൽ കിടക്കുന്നത് നോർമൽ തെർമൽ, നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ മേടിച്ചിട്ട് വന്നതാണ്. ഈ തെർമലിന് തന്നെ 3000 രൂപ ഉണ്ട്. എന്നാൽ ആലോചിച്ച് നോക്കി. അങ്ങനെ ഒരു തെർമൽ പോരാ, ഞാൻ 3 തെർമൽ കൊണ്ടുവന്നിട്ടുണ്ട്, 3 സെറ്റ്. കാരണം ഇത് ഏറ്റവും അടിയിലിടുന്നതാണ്. നമ്മൾ വണ്ടിയിലേക്ക് കയറുമ്പോൾ വേർക്കൊക്കെ ചെയ്യും, അത് മാറേണ്ടി വരും. അതുപോലെ തന്നെ ഇതൊക്കെ ഇല്ലേ, ഈ ഫേസ് കവർ ചെയ്യുന്നത്, ഇതൊക്കെ 2 ജോഡി മേടിക്കണം നല്ലത്. കാരണം ഇത് വെറ്റായി കഴിഞ്ഞാൽ ഇത് മാറി അത് ഉപയോഗിക്കണം. എന്നിട്ട് ഇത് എവിടെയെങ്കിലും ഉണക്കാടണം. അങ്ങനെ മാറി മാറി ഉപയോഗിക്കണം. ഈ തലയിൽ വെക്കുന്ന ക്യാപ്പും 2 ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ. ഇത് 2 വെറ്റാവും. കാരണം എൻ്റെ വണ്ടിയിലിരിക്കുമ്പോൾ എൻ്റെ തല മൊത്തം വേർക്കായിരുന്നു. അപ്പോൾ ഞാനിത് ഊരി വെക്കും. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് വെച്ചാൽ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലെയർ എന്ന് പറഞ്ഞാൽ. ഉള്ളിൽ ഒരു തെർമലുണ്ട്, അതിന് മുകളിൽ വേറൊരു കട്ടിയുള്ള തെർമൽ. കട്ടിയുള്ള ജീൻസൊന്നും ഉപയോഗിക്കരുത് കേട്ടോ, നല്ല പണി കിട്ടും. പിന്നെ കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കരുത്. തണുപ്പത്ത് കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ കൊള്ളത്തില്ല, തണുപ്പ് അത് വലിക്കും, പണി കിട്ടും. പിന്നെ അപ്പോൾ തെർമൽ, അതിൻ്റെ മുകളിൽ കട്ടിയുള്ള ഒരു പാൻറ്റ്, അത് ഒരു ടൈപ്പ് തെർമൽ തന്നെയാണ്. അതിൻ്റെ മുകളിൽ ഹീറ്റൊക്കെ കിട്ടാൻ പറ്റുന്ന ഒരു മെറ്റീരിയലായിട്ടുള്ള ഒരു പാൻറ്റ്. പിന്നെ ഏറ്റവും മുകളിൽ ഇങ്ങനത്തെ ഒരു പാൻറ്റ്. ഇതിൻ്റെയൊക്കെ പേരെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഇത്രയും ലെയറുണ്ട് കണ്ടാ. ഇങ്ങനെയാണ് സെറ്റപ്പ്. ഇനി എന്താ ഉള്ളത്? ഇനി ഷൂ കാണിച്ചു തരാം. ഇത്രയും പറഞ്ഞാൽ കതച്ച്. ഷൂ കാണിക്കുന്നതിന് മുമ്പ് വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ മോയ്സ്ചറൈസിങ് ക്രീം നിർബന്ധമായിട്ട് ഉപയോഗിക്കണം, ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയാമോ? ഇത് ഡ്രൈ ആയിട്ട് ഭയങ്കര പെയിനായിരിക്കും ഈ ഫേസിലും കാലും. അതായത് മുട്ട് തൊട്ട് താഴോട്ട് ഉള്ള ഭാഗവും പിന്നെ ഫേസും ഇവിടെ ആയിരിക്കും മെയിനായിട്ട് ഡ്രൈ ആവുക. പ്രത്യേകിച്ച് കാലിൽ ഈ സാധനം തേച്ച് കൊടുത്തില്ലെങ്കിൽ ഡെയിലി തേക്കണം. അല്ലെങ്കിൽ എന്താ പറ്റുമെന്ന് വെച്ചാൽ തണുപ്പത്തായി ഡ്രൈ ആകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പെയിൻ വരും, ചിലപ്പോൾ വിണ്ട് കയറി പൊട്ടും, അങ്ങനെ 100 കൂട്ടം പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ ഈ സാധനം നിർബന്ധമായിട്ട് ഉപയോഗിക്കുക. ഞാൻ ഉപയോഗിക്കുന്ന ഇതുണ്ട്, ക്രീം 21 എന്ന് പറഞ്ഞിട്ടൊരു ക്രീമാണ്. ഇത് തണുപ്പത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അൾട്രാ ഡ്രൈ സ്കിൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, വിറ്റാമിൻ ഇ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഇത് മെയ്ഡ് ഇൻ ജർമ്മനിയാണ്, ഞാൻ ദുബായിൽ നിന്ന് മേടിച്ചാണ്. ഇതൊന്നും എൻ്റെ കണ്ടുപിടുത്തമല്ല, ഇത് എൻ്റെ ഭാര്യ സജസ്റ്റ് ചെയ്തതാണ്, അങ്ങനെ മേടിച്ചാണ്. ഇതിനെക്കുറിച്ചൊന്നും എനിക്ക് വലിയ ധാരണയില്ല. പക്ഷേ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പക്ഷേ സാധനം പൊളി, ഇവിടെ തേച്ചാൽ അവിടെ ഇരുന്നോളും. ഇത്തിരി കട്ടിയായിരിക്കും, കാരണം ഇത് വിൻ്ററിൽ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സാധനമുണ്ട്. പിന്നെ നോർമലി പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റുന്നത് നിവിയയുടെ ഒരു സോഫ്റ്റ് മോയ്സ്ചറൈസിങ് ക്രീം, അതുകൊണ്ട്. പിന്നെ ലിപ് ബാം, ഇത് ഞാൻ സെബാമെഡ് എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ദുബായിൽ നിന്ന് മേടിച്ചാണ്. ഇതും കൊള്ളാട്ടെ, എനിക്കിത് ഇഷ്ടപ്പെട്ടു ഭയങ്കര. കാരണം ഫസ്റ്റ് ഡേ ഞാൻ ഇതൊക്കെ ഇടാൻ മറന്നുപോയി. അപ്പോഴേക്കും എൻ്റെ ഇത് ഇവിടെയൊക്കെ പെയിൻ, മറ്റേ മൊരി പോലെ വന്നിട്ട് വേദന എടുക്കാൻ തുടങ്ങി. പിറ്റേ ദിവസം തൊട്ട് ഞാൻ ഇത് തേക്കലായിരുന്നു മൊത്തം. ലിഫ്റ്റിൽ കിട്ടുന്ന പോലെ ഇങ്ങനെ തേച്ചുകൊണ്ടിരിക്കുക ഇടയ്ക്കിടയ്ക്ക്. സംഭവം റെഡിയായി, സെറ്റപ്പാണ്. അപ്പോൾ ലിപ് ബാം നിർബന്ധമായിട്ടും വേണം. നമ്മൾ നിസ്സാരമാണെന്ന് വിചാരിക്കും, പക്ഷേ ചുണ്ട് പൊട്ടിയിട്ടുണ്ടല്ലോ, ഒരു തരി ഫുഡ് കഴിക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ മനസ്സിലാവും. ഞാനത് അനുഭവിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ 2 സാധനങ്ങൾ എപ്പോഴും വിൻ്ററിൽ പോകുമ്പോൾ കൊണ്ടുപോകുന്നത്. ഇനി ഷൂ കാണിക്കാം. അപ്പോൾ ഷൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിന്യൂസ് സീരീസ് കാണുന്നവർക്ക് മനസ്സിലായി കാണും. ഇത് ഞാൻ ചൈനയിൽ നിന്ന് മേടിച്ചാണ്, മൻഷൂലി എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് മേടിച്ചാണ്. ഇത് ഞാൻ ഇങ്ങനെ കവർ ചെയ്തിട്ടേക്കാം കണ്ട. ഇത് നമ്മുടെ ഏറ്റവും മുകളിലത്തെ ലെയർ, എൻ്റെ അടിയിൽ ഇങ്ങനെ ഇരിക്കണം കണ്ട. അപ്പോൾ തണുപ്പ് അധികം ഉള്ളിലോട്ട് കിടക്കാത്ത രീതിയിലാണ് ഞാനിത് പ്ലാൻ ചെയ്ത് ഇട്ടേക്കണം. ഇത് കണ്ട, അതിൻ്റെ അടിയിലുള്ള ലെയർ ഇങ്ങനെയാണ്. അത് ഇങ്ങനെ തണുപ്പ് ഉള്ളിലോട്ട് കയറില്ല എന്നൊക്കെ വിചാരിക്കും, പക്ഷേ കയറും. സോക്സ് അതുപോലെ ഉപയോഗിച്ചില്ലെങ്കിൽ പണി കിട്ടും. ഇത് നോക്കിക്കോട്ടെ, ഇതാണ് സാധനം. ഇത് കിടിലൻ ഷൂ ആണ്. എനിക്ക് ഈ സംഭവം ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ 6500 മേടിച്ചാണ്. പക്ഷേ ഇവിടെ ഇർക്കുസ്കിൽ വന്നപ്പോൾ ഭയങ്കര വില പറഞ്ഞ്, എന്തോ ഭാഗ്യത്തിന് ചൈനയിൽ നിന്ന് നമ്മൾ മേടിച്ചു. ഇതിൻ്റെ പുറമേ ഉള്ളത് കുതിരയുടെ രോമോ എന്നാണ് അവർ പറഞ്ഞത്. കണ്ട, കുതിര രോമോ ഉള്ള സംഭവമാണ്. ഇത് -30 വരെയൊക്കെ ഇത് ഓക്കെയാണ്. ബാക്കി നമുക്ക് സോക്സ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഇത് ഇടലും ഊരലാണ് ഒരു ചടങ്ങ്. കുഴപ്പമില്ല, ഊരി പോകുന്നു. ഊരി. ഇത് കണ്ട, അതിൻ്റെ ഉള്ളിൽ മറ്റേ ഇത്രയും പൂടേണ്ട. ഇത് ആടിൻ്റെ രോമോ മൊത്തം ഉണ്ടോ, ആടിൻ്റെ രോമൊക്കെ വെച്ചിട്ട് ചെയ്തേക്കണ സംഭവമാണ്. ഇങ്ങനത്തെ ഇതൊക്കെ കുറച്ചും കൂടി കട്ടിക്ക് ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. ഉണ്ടോ, സാധനം പൊളിയല്ലേ. ഇത് സ്ലിപ്പ് ആവാത്തത് മേടിക്കണം. ഇത് വലിയ കുഴപ്പമില്ല, പക്ഷേ ഇടയ്ക്ക് സ്ലിപ്പ് ആവുന്നുണ്ട്. കാരണം നമ്മൾ എന്തായാലും തെന്നി വീഴാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് എല്ലായിടത്തും. അപ്പോൾ ഇത് നല്ല ഗ്രിപ്പുള്ള മേടിക്കണം. അല്ലെങ്കിൽ ഒരു ചെയിൻ കിട്ടും ഇവിടെ ഇടാൻ, അത് മേടിച്ചാലും സെപ്പറേറ്റ് മേടിച്ചാലും മതി. സാധനം ഇതെനിക്ക് പൊളിയായിട്ട് തോന്നി. നല്ല
ഹീറ്റ് കിട്ടുന്നുണ്ട് സംഭവം. പിന്നെ ലെയർ കാണിച്ചാൽ ഇത് ഇങ്ങനെയാണ് ഞാൻ ഇട്ട് വയ്ക്കണം. ഇത് ഞാൻ ചൈനയിൽ നിന്ന് തന്നെ മേടിച്ചാണ്. അപ്പോൾ അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു -30 വരെ ഈ ഒരു സോക്സ് പറ്റും എന്നുള്ളത്. ഇതിനകത്ത് ഞാൻ ഇത് 2 ആദ്യം ഉപയോഗിച്ചത്. പക്ഷെ ഇന്ന് വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇർക്കുസ്കി പോകുമ്പോൾ 2 സോക്സൊക്കെ ഒരു 3-4 പെയർ കൊണ്ടുവരണം കേട്ടോ, അല്ലെങ്കിൽ പണിയാണ്. കാരണം ഇതൊക്കെ എപ്പോഴും മാറേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയാണ് ഇട്ടേച്ചത് കണ്ട. ഇത് പക്ഷേ സിന്തറ്റിക് അങ്ങനെ എന്താണ്ട് വേണം. പക്ഷെ ഇത് അത്ര പോരാന്നാണ് എൻ്റെ അടുത്തൊരു രക്ഷക്കാരൻ പറഞ്ഞത്. സോക്സ് എപ്പോഴും 100% വൂള് ആയിട്ടുള്ള മേടിക്കണം. വൂള് അറ്റ്ലീസ്റ്റ് 70 വേണം. പക്ഷേ 100% വൂള് അതാണ് മേടിക്കേണ്ട സാധനം. ഇതാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഇത് എൻ്റെ പണ്ടായിരുന്നു, അതിനെക്കുറിച്ച് ഞാൻ പറയാം. ഇത് ഒരു ഇതിനകത്ത് -30 എഴുതിയിട്ടുണ്ടായി മേടിച്ചപ്പോൾ. പക്ഷേ ഇത് കൊള്ളാം, കുഴപ്പമില്ല. പക്ഷേ എത്ര സൂപ്പറാണെന്ന് പറയാനില്ല. തൽക്കാലം അത് വലിയ പ്രശ്നമില്ല. അത് 2 ഉണ്ട്. അപ്പോൾ അതും ഇതും ഒക്കെ ആയിട്ട് 3 സോക്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ പിന്നെ തെർമൽ കണ്ട, ആ തെർമൽ കവർ ചെയ്യണ രീതിയിൽ ഇങ്ങനെയാണ് ഞാൻ ഇട്ടേച്ചത്. ഇനിയിപ്പോൾ ഇത് ഊരി കാണിച്ചാൽ ഇത് കണ്ട, ഇങ്ങനെയാണ് കിടക്കണം. ഇനി ഇതിൻ്റെ അടിയിൽ വേറെ തെർമൽ കിടപ്പുണ്ട് വേണ്ട. ഈ സോക്സ് ഞാൻ ലഡാക്കിൽ നിന്ന് മേടിച്ചാണ്ട. ഇതിൻ്റെ ഉള്ളിൽ നല്ല പഞ്ഞിക്കെട്ട് പോലെയുള്ള സംഭവമാണ്, നല്ല കട്ടിയാണ്. ഇത് ശരിക്കും സോക്സൊക്കെ ഇട്ട് നോക്കിയിട്ട് വേണം ഷൂ മേടിക്കാൻ. അല്ലെങ്കിൽ ഇത്രയും ലെയർ സോക്സ് വരുമ്പോൾ ഷൂ ഇടാൻ ചിലപ്പോൾ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇതെന്തോ ഭാഗത്തിന് കറക്റ്റായിട്ട് കിട്ടി. ഇത് കണ്ടോ, ഇതിൻ്റെ കട്ടി കണ്ടോ നിങ്ങൾ, ഇത്രയും കനമുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ പൂടയൊക്കെയാണ് കണ്ട. നല്ല ചൂട് ഹീറ്റ് കിട്ടുന്ന രീതിയിലുള്ളതാണ് സാധനം. കൊള്ളാം. ഇത് 2 കൊല്ലം മുമ്പ് ഞാൻ ലഡാക്കിൽ നിന്ന് മേടിച്ച സാധനമാണ്. ഞാൻ വെറുതെ കൊണ്ടുവന്നതാണ്. പക്ഷേ ഇത് ഭയങ്കര ഉപകാരമായിപ്പോയി. എന്തായാലും കൊള്ളത് കണ്ടോ, കിടിലൻ സാധനമാണ്. അപ്പം അങ്ങനെയാണ് ഞാൻ ഷൂവിൻ്റെ ലെയർ ഇട്ടേക്കണം. ഇനിയൊരു സംഭവം കൂടിയുണ്ട്, അത് പറയാൻ മറന്നുപോയി. ഇതാണ് ആ സാധനം. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇത് ഒട്ടകത്തിൻ്റെ രോമം കൊണ്ടുള്ളതാണ്. ഇത് ഒട്ടകത്തിൻ്റെ രോമം വെച്ചിട്ടുള്ള ഒരു സംഭവമാണ്. ഇത് കണ്ട, ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ മുട്ടിലിടാൻ. ഇതേപോലെ ഇതുണ്ട്. ഇത് ഞാനിപ്പോൾ ഇത് ഉള്ളിലോട്ടാക്കിയിട്ട് മടക്കി അത് കുറച്ചും കൂടി എളുപ്പം അങ്ങനെയാണ് തോന്നി. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇട്ടേക്കാണ്. കണ്ട, ഇങ്ങനെ ഇടാം, ഇങ്ങനെ കിടക്കും. ഇതുണ്ട്. അപ്പോൾ മുട്ടിന് കുറച്ച് എക്സ്ട്രാ പ്രൊട്ടക്ഷൻ. അത് ഏറ്റവും അടിയിൽ ഇത് ഫസ്റ്റ് ഇതിടും. എന്നിട്ട് അതിൻ്റെ അടിയിലാണ് ഞാൻ പിന്നെ തെർമൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതും കൂടി അത് മേടിച്ചാൽ നല്ലതാണ്. മുട്ടൊക്കെ പ്രത്യേകം സൂക്ഷിക്കണം. ഇത്രയും -° ടെമ്പറേച്ചർ അല്ല, ഭയങ്കര സീനാണ്. പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ എല്ലാം കൂടി മേടിച്ചുകൊണ്ടല്ല വന്നത്. കാരണം ഇത്രയും ലഗേജ് ഒക്കെ വന്നാൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടുമായിരിക്കും. കുറച്ചൊക്കെ ഇവിടെ വന്നിട്ട് മേടിക്കാമെന്ന് വിചാരിച്ചു. ഏറ്റവും ബെസ്റ്റ് ഒരു നോർമൽ ഒരു -20 വരെയൊക്കെയുള്ള നോർമൽ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് ബാക്കിയുള്ളത് ഇവിടെ വന്നിട്ട് മേടിക്കണമെങ്കിൽ നല്ലത്. കാരണം ആ രാജ്യത്ത് ചെന്ന് മേടിക്കുമ്പോഴാണ് കറക്റ്റ് സാധനം കിട്ടുകയെന്നാണ് എനിക്ക് മനസ്സിലായത്. നമ്മുടെ നാട്ടിൽ നിന്ന് മേടിച്ചിട്ട് വന്ന എല്ലാം പെർഫെക്റ്റ് ആവാൻ സാധ്യത കുറവാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഇത്രയും ടെമ്പറേച്ചർ വന്ന ഒരു സ്ഥലവുമില്ല. പിന്നെയുള്ള ലഡാക്കൊക്കെയാണ്. അപ്പോൾ ബേസിക് സാധനം മേടിച്ചിട്ട് വന്നിട്ട് ബാക്കി ഇവിടെ നിന്ന് മേടിക്കണം നല്ലത്. ഏറ്റവും ബെസ്റ്റ് യാക്കുസ്ക് നിങ്ങൾ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മംഗോളിയ വഴി പോവുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. കാരണം മംഗോളിയയിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും ചീപ്പായിട്ട് വിൻ്റർ ക്ലോത്ത്സ് കിട്ടും. അത് ഇൻക്ലൂഡിങ് റെയിൻഡിയറിൻ്റെ ജാക്കറ്റോ അല്ലെങ്കിൽ ബൂട്ട്, ഇതുപോലെ ഷൂ, ഇതൊക്കെ ഏറ്റവും ബെസ്റ്റ് സാധനം. ഇത്രയും -° ഉപയോഗിക്കാൻ പറ്റിയത് ഏറ്റവും വില കുറഞ്ഞ് കിട്ടുന്നത് മംഗോളിയയിലാണ്. നിങ്ങൾ ഉലാൻബത്താർ പോയി കഴിഞ്ഞാൽ ഈ സാധനമൊക്കെ മേടിച്ച് സെറ്റായിട്ട് പോകാൻ പറ്റും. അപ്പോൾ അതൊരു ആണെങ്കിൽ നോക്കി വെച്ചോ. അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ടൊക്കെ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ആ വഴി പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ജസ്റ്റ് ഇട്ടുണ്ടോ വന്നത് ഇതായിരുന്നു. ഇത് ഡെക്കാത്തലോൻ്റെയാണ്. -17 വരെ നടക്കുമ്പോൾ കിട്ടും എന്ന് പറഞ്ഞാൽ ഇത് ഒരു രക്ഷയില്ലായിരുന്നു. ഇത് പറ്റുന്നില്ലായിരുന്നു. കാരണം -15 പറ്റുന്നില്ലായിരുന്നു. ഇത് ഞാൻ 2 സോക്സൊക്കെ അത് കുറേ കട്ടികളൊക്കെ ഇട്ടിട്ടും രക്ഷയില്ല. ഇതൊക്കെ ബേസിക് സാധനങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ തൽക്കാലം പക്ഷേ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വലിയ സീൻ ഉണ്ടായില്ല. അപ്പോൾ ഇത് മേടിച്ചുകൊണ്ട് വന്നു. ചൈനയിൽ എത്തിയപ്പോൾ ഞാൻ മറ്റേ സാധനം മേടിച്ചു. അപ്പോൾ അത് മേടിച്ച് പിന്നെ ഓക്കെയാണ്. അങ്ങനെ ഒരു രാജ്യത്ത്, അതായത് ആ ക്ലൈമറ്റുള്ള രാജ്യത്ത് ചെന്ന് മേടിക്കുന്നതാണ് കറക്റ്റ് സാധനം നമ്മൾ ഉദ്ദേശിക്കുന്നത് കിട്ടുള്ളൂ. പിന്നെ വേറെ സംഭവം കൂടെ ഉണ്ട്. ഞാൻ ഉപയോഗിക്കുന്നത് പറയണമെന്നുള്ളൂ. ഇത് വിറ്റാമിൻ സിയുടെ സപ്ലിമെൻ്ററി ആണ്. കണ്ടോ, വിറ്റാമിൻ സി ഉണ്ട്, വിറ്റാമിൻ ഇ ഉണ്ട്, omega-3. ഇതും ഞാൻ ട്രിപ്പുകളിലേക്ക് കൊണ്ടുപോകാറുണ്ട്. കാരണം നമ്മുടെ യാത്രകളിൽ ഭക്ഷണമൊക്കെ കിട്ടിയാൽ ഊട്ടി ഇല്ലെങ്കിൽ ചട്ടി എന്ന് പറഞ്ഞ് നടക്കുന്ന അവസ്ഥയൊക്കെയാണ്. അപ്പോൾ കൃത്യമായിട്ട് പോഷകാഹാരമൊന്നും കിട്ടാൻ സാധ്യതയില്ല. കിട്ടുന്നത് തിന്നും, പിന്നെ സമയത്ത് തിന്നില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഹെൽത്ത്
ചിലപ്പോൾ ഭയങ്കര ഇഷ്യൂ വരാൻ സാധ്യത. ഹെൽത്തൊക്കെ ഭയങ്കര, പ്രത്യേകിച്ച് 30 വയസ്സ് കഴിഞ്ഞാൽ ശരിക്കും ഹെൽത്തൊക്കെ ഇതുപോലെയുള്ള കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും. ഒരു 20-25 വയസ്സുള്ളവർക്ക് ഇതൊന്നും പ്രശ്നമല്ല. 30 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ പണിയാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് യാത്ര ചെയ്യാം, അത്രേ ഉദ്ദേശിച്ചുള്ളൂ. എന്തായാലും ഇത്രയല്ലേ. ഒരു കാര്യം കൂടി കാണിക്കാം. ഇതുപോലെ ടീ കണ്ട, ഗ്രീൻ ടീ, ലെമൺ ടീ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ കൂടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചൂടുവെള്ളം എല്ലായിടത്തും കിട്ടും. അപ്പോൾ നൈസായിട്ട് ഗ്രീൻ ടീയോ ചായയോ ഒക്കെ കുടിക്കാം. വേണ്ട, കപ്പും ഉണ്ട്, ആ സെറ്റപ്പ് ഉണ്ട് അവിടെ. ഓക്കെ, ഇനി അടുത്ത വീഡിയോ തൊട്ട് നിങ്ങൾ യാക്കുത്സ്ക് എന്ന് പറയുന്ന ആ ഒരു കോൾഡസ്റ്റ് സിറ്റി, എന്താണ് ഈ സിറ്റി, എങ്ങനെയാണ് ഇവിടെ മനുഷ്യർ ജീവിക്കുന്നത്, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ എല്ലാം അടങ്ങിയ വീഡിയോകളാണ് ഇനി അടുത്ത് വരാൻ പോകുന്നത്. അപ്പോൾ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സാധാരണ പറയാൻ എപ്പോഴും മറന്നൊക്കെ പോകും. അപ്പോൾ കിടിലൻ വീഡിയോസായിട്ട് അടുത്ത വീഡിയോയിലോട്ട് കാണാം. ഓക്കെ, ബൈ.